സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ലൊക്കേറ്റ് ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള ചില അപ്ഡേഷൻ കൂടി വരുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരു നഗരത്തിൽ എത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്കൊപ്പം ഇയാളെ സഹായിക്കാനായി ചില ആളുകൾ കൂടി MLAയ്ക്കൊപ്പമുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മലയാളിയായ ഡ്രൈവർ ജോസിനെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിടികൂടിയിരിക്കുന്നു. ഇയാളെ ഇപ്പോൾ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്. പാലക്കാട്ടിൽ നിന്നും അരുൺ ആലത്തൂർ ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സുമായി ചേരുകയാണ്. അരുൺ, ഇന്നലെ രാത്രിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ബംഗളൂരു നഗരത്തിൽ എത്തിയെന്ന് പറയുന്നു. ഇയാൾക്കൊപ്പം കുറച്ചുപേരുണ്ട് എന്ന നിഗമനത്തിലേക്കാണോ ഇപ്പോൾ SIT എത്തുന്നത്? കാരണം ഈ ആദ്യത്തെ കേസിലെ രണ്ടാമത്തെ പ്രതിയായ ജോബി ജോസ് ഉൾപ്പെടെയുള്ള മുൻ KSU നേതാവ് ഇയാൾ ഉൾപ്പെടെ രാഹുലിൻ്റെ കൂടെ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. ഇപ്പോഴതാണോ ഈ SIT സ്ഥിരീകരിക്കുന്നത്? തീർച്ചയായിട്ടും ഗൗതം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇന്നലെ ഏതായാലും കൃത്യമായിട്ട് ബംഗളൂരുവിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് SIT സംഘം പറയുന്നത്. പക്ഷേ SIT സംഘം അവിടെ എത്തുമ്പോഴേക്കും രാഹുൽ ആ ഒളിസങ്കേതത്തിൽ നിന്നും കടന്നു കളയുകയായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ബംഗളൂരു ഭാഗത്ത് രാഹുലിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. രാഹുലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഒളിവിൽ ഇരുന്നു കൊണ്ട് രാഹുൽ കൃത്യമായിട്ട് കോടതി ഇനി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും രാഹുൽ ഈ വിഷയം ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതും അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഹോസ്ദുർഗ് കോടതിയിൽ ഈ രാഹുൽ കീഴടങ്ങും എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായിട്ടും ഈ കോടതി എന്താണ് പറയുന്നത് എന്നുള്ളത് സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ രാഹുലിൻ്റെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ SIT സംഘം ചോദ്യം ചെയ്തു വരുന്നുണ്ട്. ജോസ് എന്ന ഡ്രൈവറെയാണ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത്. ഈ ഡ്രൈവറിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭ്യമാവും എന്നുള്ള ഒരു പ്രതീക്ഷ SIT സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ രാഹുൽ ഒളിവിൽ കഴിയുമ്പോൾ ഒറ്റയ്ക്കല്ല രാഹുൽ കഴിയുന്നത്, രാഹുലിനൊപ്പം ഒരു കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് SIT സംഘം പറയുന്നത്. അതായത് ഈ ബംഗളൂരുവിൽ രാഹുൽ ഒളിവിൽ കഴിഞ്ഞ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ SIT സംഘം പരിശോധിച്ചതിൽ നിന്ന് രാഹുൽ ഒറ്റയ്ക്കല്ല ഈ ഒളിവിൽ താമസിക്കുന്നത്, അവിടെ മറ്റ് സഹായികളായ പലരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് SIT സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും 8ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുമ്പോൾ ഈ അന്വേഷണ സംഘം രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കടക്കുമോ അതോ ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ളത് പ്രധാന ചോദ്യമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. മാത്രമല്ല, ഇന്നിപ്പോൾ രാവിലെ ഈ വിഷയത്തിൽ പ്രതികരിച്ച BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ MT രമേശ് ഉൾപ്പെടെ, അതുപോലെ തന്നെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ, പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പോലീസ് എന്തിനാണ് ഈ അറസ്റ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് എന്ന നടപടികളിലേക്ക് പോലീസിനെ കടക്കാമായിരുന്നു എന്നിരിക്കെ അപ്പോൾ മുതൽ തന്നെ ഈ അറസ്റ്റ് എന്ന നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഈ അറസ്റ്റ് എന്ന നടപടി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രതികളെ പല സംസ്ഥാനങ്ങളിൽ ചെന്നും അതുപോലെ തന്നെ രാജ്യം വിട്ടുപോയ പ്രതികളെ പോലും മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് വരെ പിടികൂടി കേരളത്തിൽ എത്തിച്ചിട്ടുള്ള അത്രയും കഴിവുള്ള സേനയാണ് കേരള പോലീസ് സേന എന്നിരിക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് എന്ന നടപടി മാത്രം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പ്രധാനമായിട്ടും ഉയരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഡീലിൻ്റെ ഭാഗമാണോ എന്നുള്ള വിമർശനവും ഉയരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഈ കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കാം എന്നുള്ള തരത്തിലേക്ക് CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ കടക്കുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസ് ഈ രാഹുലിനെതിരെയുള്ള ആ നടപടി കോടതി വിധി വരും വരെ കാത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വശത്ത്, മറുവശത്താണെങ്കിൽ CPM-ഉം രാഹുലിൻ്റെ അറസ്റ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നു. അത് ഏതായാലും പ്രധാനമായിട്ടും ഈ രാഹുലിൻ്റെ അറസ്റ്റ് എന്ന നടപടി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ഈ കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഒത്തുകളിയാണോ എന്നുള്ള വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഏതായാലും രാഹുൽ ഇങ്ങനെ 8ാം ദിവസവും ഒളിവിൽ തുടരുമ്പോൾ SIT സംഘം നിലവിൽ നൽകുന്ന വിവരം ബംഗളൂരു ഭാഗത്ത് രാഹുൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒപ്പം രാഹുൽ ഹോസ്ദുർഗിലെ കോടതിയിൽ ഹാജരാവും അല്ലെങ്കിൽ കീഴടങ്ങും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്.